Hi friends, എല്ലാവർക്കും PSC START SMART ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നെക്സ്റ്റ് എക്സാമിന്റെ 2007 ഡിസംബറിൽ നടന്ന പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The author of A Satire Against Reason and Mankind, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ, റോസ്റ്റർ. It's a satirical poem by the English Restoration poet John Wilmot. He is the second Earl of Rochester. അപ്പോൾ സെക്കൻഡ് ഏൾ ഓഫ് റോസ്റ്റർ, അദ്ദേഹത്തിന് റോസ്റ്റർ എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാമം ജോൺ വിൽമോട്ട് ആണ്. അദ്ദേഹം ഒരു റെസ്റ്റോറേഷൻ പോയറ്റ് ആണെന്ന് ഓർക്കുക. ആ വർക്ക് എ സറ്റയർ അഗൈൻസ്റ്റ് റീസൺ ആൻഡ് മാൻകൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anagnorisis is a term used by Aristotle for describing the moment of discovery by the protagonist. അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ പൊയറ്റിക്സിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അനഗ്നോറിസിസ്. ശരിക്കും ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് ദ ഗ്രീക്ക് വേർഡ് റെക്കഗ്നിഷൻ എന്നുള്ളതും ഓർത്തു വെക്കുക. ഒരു കോംപ്ലക്സ് പ്ലോട്ടില് ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസിഷൻ നടക്കുകയാണ് അല്ലെ, ഇഗ്നോറൻസ് ടു നോളേജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് അനഗ്നോറിസിസ് എന്ന അരിസ്റ്റോട്ടിൽ പൊയറ്റിക്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പ്ലേ ബൈ ഷേക്സ്പിയർ do we find widowed queen questioning the assumption of male politics? Option B, Richard III ആണ് right answer. The main theme of is the conflict between evil and God. Okay, sorry, evil and good. തിന്മയും നന്മയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഷേക്സ്പിയർ റിച്ചാർഡ് III എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിൽ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following feminist critic uses the expression gynocriticism for the first time? Answer, Elaine Showalter. She is an American literary critic, feminist writer on culture and social issues. Okay, according to her, it's gynocriticism is a study of women as writer. Okay, next question. John Keats' poem Ode to Nightingale was composed, option B, in 1890. Okay, അതിനെക്കുറിച്ച് സ്റ്റീഫൻ Hepburn considers how Keats used bird to position between mortal and immortal. ഈ കമന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ആരാണ് നടത്തിയത് അല്ലെ, ആരാണ് ഇത് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? ഒരു ബേർഡിനെ which makes a position between mortal and immortal. That is Stephen Hepburn. Okay, next question. The female Quixote was written by Charlotte Lennox. Charlotte Lennox ആണ് ഫീമെയിൽ ക്വിക്സോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഴുതിയത്. ശരിക്കും ഇത് ഇമിറ്റേഷൻ ആണ് അല്ലെ, പാരഡി ഓഫ് ദ ഐഡിയാസ് ഓഫ് ഡോൺ ക്വിക്സോട്ട്. ഇതിന്റെ മറ്റൊരു ടൈറ്റിലും ഉണ്ട്, ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് അറബെല്ല. ഓക്കെ, നോവൽ ബൈ ലിനക്സ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1752. ഓർത്ത് വെക്കേണ്ടത് വർഷം ഓർത്ത് വെക്കുക. പബ്ലിഷ് ചെയ്ത വർഷം 1752 ആണ്. ചാർലറ്റ് ലെനക്സിന്റെ വർക്കാണ് ഫീമെയിൽ ക്വിക്സോട്ട്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നതാണ് അഡ്വെഞ്ചേഴ്സ് ഓഫ് അറബെല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which contemporary British poet has translated Beowulf? Answer, Seamus Heaney ആണ് answer. And the beginning of Beowulf is, listen, we have heard of the might of the kings. Going to the next question. The Praise of Chimney Sweepers is an essay by Charles Lamb. Okay, അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വർക്കാണ്, in which he deals the issues of child labor, social inequality and conditions of professional conduct in industrial England. Okay, Charles Lambന്റെ ആണ് Chimney Sweepers, The Praise of Chimney Sweepers. ഓർത്തു വെക്കുക. അതിന്റെ ഇഷ്യൂസ് ചൈൽഡ് ലേബർ, സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് കണ്ടീഷൻസ് ഓഫ് പ്രൊഫഷണൽ കോണ്ടാക്ട് ഇൻ ഇൻഡസ്ട്രിയൽ ഇംഗ്ലണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Loneliness of a Long Distance Runner is a novel by Alan Silito. ഇവിടെ റണ്ണിങ് ഈസ് യൂസ്ഡ് ആസ് മെറ്റഫർ ഫോർ എ വേ ടു റൺ അവേ ഫ്രം ദി സൊസൈറ്റി അല്ലെ, സമൂഹത്തിൽ നിന്നും തന്നെ ഓടിപ്പോവാനായിട്ടുള്ള ഒരു മെറ്റഫർ ആയിട്ടാണ് റണ്ണിങ്ങിനെ യൂസ് ചെയ്യുന്നത്. ഹി യൂസസ് റണ്ണിങ് ഫോർ ഹിസ് സ്റ്റോറി ആസ് എ മീൻസ് ഓഫ് ഐസൊലേഷൻ അല്ലെ. അദ്ദേഹത്തിന്റെ സൊസൈറ്റിയെ കുറിച്ച്, ആ കാലഘട്ടത്തുണ്ടായിരുന്ന സമൂഹത്തിൽ തിന്മയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, വെളിച്ചം വീശുന്നതാണ് അലൻ സിലോട്ടോയുടെ ദ ലോൺലിനെസ് ഓഫ് എ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ എന്ന് പറഞ്ഞ നോവലിലൂടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബ്ലാങ്ക് വെന്യൂ, Angela Carter takes elements from the poetry of a famous French poet and places them in a very different paradigm. Who is the French poet? Baltimore.
ബോൾഡെയർ ആണ്, ബോൺലെയർ ആണ് ആ ഫ്രഞ്ച് പോയറ്റ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ബ്ലാങ്ക് വെന്യൂ ആഞ്ചല കാർട്ടർ ടേക്സ് എലമെന്റ്സ് ഫ്രം ദ പോയട്രി ഓഫ്. ഓക്കെ, ആ എലമെന്റ്സ് ആഞ്ചല കാർട്ടർ ബ്ലാങ്ക് വെന്യൂ എടുക്കുന്നത് ബോൾഡെയറിൽ നിന്നാണെന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Strophe and antistrophe and epode are the three-part structures of a classical chord. A classic chord in the three-part structures are strophe, antistrophe and epode. Next question. The words "Where are the songs of spring? I, they, where are they?" occurs in Ode to Autumn. Okay. കീറ്റ്സിന്റെ അവസാന കാലഘട്ടത്ത് എഴുതിയ ഒരു വർക്കാണ് ടു ഓട്ടം. ഇസ് ദ ഫൈനൽ വർക്ക് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ദ പോയം ഓഫ് കീറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് 1819 ഓഡ്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മ്യൂസിക് ദാറ്റ് ഗാദർ ഓൺ ദ സ്പിരിറ്റ് ലൈസ് ദാൻ ടയർഡ് ഐലിഡ് അപ്പോൺ ടയർഡ് ഐസ്. ദ എബോവ് ലൈൻ occurs in Tennyson's Lotus Eaters. It was inspired by his trip to Spain. Okay, ആ ലോട്ടസ് ഈറ്റേഴ്സ് എഴുതാനുള്ള കാരണം അദ്ദേഹത്തിന് ഉണ്ടായ സ്പെയിനിലേക്കുള്ള യാത്രയാണ് ഇൻസ്പയർ ചെയ്തത് വിത്ത് ഹിസ് ക്ലോസ് ഫ്രണ്ട് ആർതർ ഹാലൻ. ഓർത്തു വയ്ക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഓപ്ഷൻ ഡി ആണ് തോമസ് ഡിക്കൻസിയുടെ റിക്കളക്ഷൻ ഓഫ് ദ ലേക്ക് ആൻഡ് ദ ലേക്ക് പോയറ്റ്സ്. ബാക്കിയുള്ള വർക്കുകൾ ആരാണ് എഴുതിയെന്ന് നോക്കാം. ഫസ്റ്റ്, ദ ലേഡി ഓഫ് ദി ലേക്ക് ഈസ് ബൈ വാട്ടർ സ്കോട്ട്. ദെൻ ലേക്ക് ഐൽസ് ഓഫ് Innisfree is by W. Yeats and Lady of Shalott by Alfred Tennyson and Recollection of the Lake and the Lake Poet by Thomas Dickens. Which famous English novel opens with a young woman who is handsome, clever and rich? Okay, answer Emma. Jane Austen uses them as a medium for criticizing her own society in general and other society in particular. അപ്പോൾ ജെയിൻ ഓസ്റ്റന്റെ വർക്ക് ആണ് എമ്മ. Okay, next question. It appears that in Paradise Lost book Milton belongs to the devil's party without knowing it. Who among the following made this statement? It's the statement by William Blake. Okay, അറിയാതെയാണ് മിൽട്ടൺ എന്തിലേക്ക് പോയി ചാടുന്നത്? ആ ഡെവിൾസിന്റെ പാർട്ടിലേക്ക് പോകുന്നു. പാരഡൈസ് ലോസ്റ്റിൽ ഈ കമന്റ് തയ്യാറാക്കുന്നത് വില്യം ബ്ലീക്ക് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിവ് ലൈക്ക് പിഗ് ഈസ് എ പ്ലേ ബൈ ആർഡൻ. ജോൺ ആർഡന്റെ ആണ്. മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത് പഠിച്ചു വെക്കാം. ലിവ് ലൈക്ക് പിഗ് ഈസ് എ പ്ലേ ഓഫ് ബ്രെച്ച്സ്റ്റെയിൻ പ്ലേ എന്നറിയപ്പെടുന്നു. ബ്രെച്ച്സ്റ്റെയിൻ പ്ലേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇറ്റ്സ് ബൈ ജോൺ ആർഡൻ. ലിവ് ലൈക്ക് പിഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വുമൺ ഡ്രൂ ഹർ ലോങ് ബ്ലാക്ക് ഹെയർ ഔട്ട് ടൈറ്റ് ആൻഡ് fiddle whisper music on those strings. From which section of Alias the Wasteland are these above lines? Option, what the thunder said. Okay, next question. Which is the correct sequence of Chinabe Achebe African Trilogy? Okay, other work option C ആണ്. ആ വർക്കുകളുടെ വർഷം ഓർത്തു വെക്കുക. Things Fall Apart. It was in the year 1958. Then No Longer at Ease in the year 1960 and Arrow of God in 1964. Okay, ഇതാണ് ആഫ്രിക്കൻ ട്രിയോളജിയുടെ ആ ഒരു വർഷം. അച്ചിബയുടെ ആണ്. ചിനുബ അച്ചിബയുടെ വർക്ക് ആണ് ഈ മൂന്നെണ്ണം ഓർത്തു വെക്കുക. Things Fall Apart 1958, No Longer at Ease 1960, Arrow of God 1964. Next question. Which are the figures of speech used in the following lines by Blake? Tiger, tiger, burning bright in the forest in the of the night, what immortal hand or eye could frame thy fearful symmetry? Option C ആണ് ഇവിടെ. Apostrophe and cynic dog ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന figure of speech by Blake. ഓർത്തുവെക്കുക. Next question. In which of the following American novels does The Valley of Ashes occurs? Answer option D, The Great Gatsby. It's the third novel by the American
author Scott Fitzgerald, published in the year 1925. The Great Gatsby is a novel by Scott Fitzgerald, published in the year 1952. അതിലാണ് A Valley of Ashes ഒക്കെ അറിയുന്നത്. ഓർത്തു വെക്കുക. To whom Chaucer refers when he says he knew the tavern well in every town. ഫ്രയറിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു കോട്ട് വരുന്നത്. He knew the tavern very well or well in every town എന്ന് പറയുന്നത് ഫ്രയറുമായി ബന്ധപ്പെട്ട ഡയലോഗാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Poetry is a criticism of life under the condition fixed for such a criticism by laws of poetic truth and poetic beauty. Who among the following made the above statements? Matthew Arnold. Poetry is the criticism of life under the condition fixed for such a criticism by laws of poetic truth and poetic beauty. By Matthew Arnold. And the last question. She is inspired but diabolically inspired. Who is the lady? Saint John. Okay. It's a work by Bernard Shaw. Okay. And it was published in the year 1923. ഇത് ആരെക്കുറിച്ചാണ്? 15th സെഞ്ചുറിയിലുള്ള നമ്മുടെ ജോൺ ഓഫ് ആർക്ക് ഉണ്ടല്ലോ, ജോവാൻ ഓഫ് ആർക്ക് അല്ലെ, ഫ്രഞ്ച് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ജോവാൻ ഓഫ് ആർക്കിനെ കുറിച്ചുള്ള എന്താണ് വിശുദ്ധീകരിക്കുന്ന ഒരു വർക്കാണ് നമ്മുടെ ഷാ എഴുതിയത്. ഓക്കെ, അതിലെ ഒരു വരികളാണ് ഷീ ഈസ് ഇൻസ്പയർഡ് ബട്ട് ഡയബോളിക്കലി ഇൻസ്പയർഡ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.